ഡിയേഴ്സ്, വെൽക്കം ടു HhandEmbroidery. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 സിൽവർ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് പേൾസും കൂടെ വേണം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ ഞാൻ ആഷ്ബി ക്രിയേഷൻസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ നെക്ക് ഡിസൈനാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ പാറ്റേൺ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം നമുക്ക് ആവശ്യമുള്ളത് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും മാത്രം ആവശ്യം മതി. അത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബോർഡർ ലൈനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഡിസൈൻസ് ഒന്നും ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ ഒരു ബോർഡർ ലൈനിൽ മാത്രമാണ് വർക്ക് ചെയ്ത് പോകുന്നത്. ഇതുപോലെ ബീഡ്സ് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് ഫിക്സ് ചെയ്ത് ആ ഒരു ബോർഡർ ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വർക്കുകളൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോർഡർ ലൈൻ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള സ്ലീവാണ്. അപ്പം നെക്ക് വരുമ്പോൾ കുറച്ച് സിമ്പിളായിരിക്കും. അപ്പം നമ്മൾ ഹൈലൈറ്റായിട്ട് ചെയ്തിരിക്കുന്നത് സ്ലീവ് മാത്രമാണ് നമ്മൾ ഹൈലൈറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ബോർഡർ ലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ താഴെ നമുക്കൊരു ലൈനും കൂടെ വരുന്നുണ്ട്. അതിനുശേഷം വേറൊരു ലൈൻ, ഒരു 4 ലൈൻസിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബോർഡർ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ആദ്യം നമ്മൾ ആ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ അടുത്ത ഒരു ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ഒന്നുകൂടെ ഫില്ല് ചെയ്തു, നാലാമത് ഒന്നും കൂടെ ഫില്ല് ചെയ്ത്, അങ്ങനെ ഈ ഒരു അളവിൽ നമ്മൾ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ പെൻസിൽ വെച്ച് തന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെറിയൊരു അളവിൽ. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, നമ്മൾ കയറി ഇറങ്ങി ഒന്നും പോകത്തില്ല. നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇനി നമ്മൾ ആ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ലോക്കിട്ട് ആദ്യം കൊടുത്തിട്ട് പിന്നെ ഓരോ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു അരി സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി ഇറങ്ങി ഒന്നും പോകത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഒരു വരച്ച ഭാഗം ഇതുപോലെ ഓരോ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്കുണ്ടെങ്കിൽ അത് ആരി നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ നമ്മൾ ഈ നോർമൽ നീഡിൽ വെച്ചിട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് സംശയമുണ്ട്, നമുക്ക് അത് അഴിഞ്ഞു പോകുമോ, ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ പോകുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് പോകത്തില്ല. ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഓരോ കോർണർ ഭാഗം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓരോ കോർണർ ഭാഗം കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു വൈറ്റ് പേള എല്ലാത്തിൻ്റെയും കോർണർ ഭാഗത്ത് നമ്മൾ ആ വൈറ്റ് പേള ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആഷ്ബി ക്രിയേഷൻസ് ചാനലിൽ ഒന്ന് പോയി കണ്ടു നോക്കും. ഞാനിതിന് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് അത് സ്ലീവ് ഡിസൈൻ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു കോർണർ ഭാഗത്തൊക്കെ നമ്മളിതുപോലെ ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നേ. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ആരി സ്റ്റാൻഡിൽ വെച്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോ.
താങ്ക് യു ഡിയേഴ്സ്.